എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലക്കട്ട് മാടവന ശങ്കരനാരായണ നമ്പൂതിരി, പയ്യന്നൂർ. സുഭാഷിതം. ഉദയതി ഭാനു പശ്ചിമേ ദിഗ്വിഭാഗേ പ്രചലതി മേരു സീതതാം യാതി വന്നി വികസതി പത്മം പർവ്വതാഗ്രേ ശിലായാം ന ഭവതി പുനരുക്തം ഭാഷിതം സജ്ജനാനാം. ഉദയതി ഭാനു പശ്ചിമേ ദിഗ്വിഭാഗേ പ്രചലതി മേരു സീതതാം യാതി വന്നി വികസതി പത്മം പർവ്വതാഗ്രേ ശിലായാം ന ഭവതി പുനരുക്തം ഭാഷിതം സജ്ജനാനാം. സൂര്യൻ പടിഞ്ഞാറ് ദിക്കിൽ ഉദിക്കുന്നു. ചലിക്കാത്തതായ മേരുപർവ്വതം ചലിക്കുന്നു. അഗ്നി ശൈത്യത്തെ പ്രാപിക്കുന്നു. നളിനം അതായത് താമര പർവ്വതാഗ്രത്തിൽ ശിലാതലത്തിൽ വികസിക്കുന്നു. ഇതൊന്നും സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം അസംഭവ്യമായ കാര്യങ്ങളാണല്ലോ. ഇതാർക്കും അറിയാത്തുള്ളൂ. എങ്കിലും അതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വിചാരിക്കാം. എങ്കിലും സജ്ജനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പറയണത്. സജ്ജനയുടെ പ്രത്യേകത എന്താ? പറഞ്ഞതായ കാര്യത്തിൽ നിന്ന് ഒരണു പോലും വ്യതിചലിക്കില്ല. ഇതാണ് സജ്ജനങ്ങളുടെ പ്രത്യേകത. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഒരു സമയത്ത് പറഞ്ഞത് ആ സമയത്ത് തന്നെ നടക്കും. ഇതൊക്കെയാണ് സജ്ജനങ്ങളുടെ ഒരു പ്രത്യേകത. അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും ഇവരുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാക്ക് പാലിക്കാനും ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഒരു കർമ്മത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫലവത്താക്കാനും സജ്ജനങ്ങൾ ഏത് സമയത്തും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഈ ഒരു സുഭാഷിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.